ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞായറാഴ്ച. അപ്പോൾ ഇന്ന് പകലുള്ള ഒരു വിശേഷവും ഞാൻ എടുത്തിട്ടില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ ആകെ തിക്ക് തിരക്കുള്ള ഒരു ദിവസമായിരുന്നു. കുറേ ഫങ്ഷൻസും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇന്നത്തെ ദിവസം അങ്ങനെ പോയി. അപ്പോൾ ഞാൻ വൈകുന്നേരം രാത്രിയിലാണ് ഇത് എടുക്കുന്നത് കേട്ടോ. കാരണം എല്ലാം എന്താ പറയുക, പകലത്തെ ബഹളവും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് എല്ലാവരും ഒന്ന് കിടക്കണതിൻ്റെ തൊട്ട് മുമ്പായിട്ട് ഞാൻ വീഡിയോ എടുക്കായിരുന്നു. കാരണം പകൽ ഞാൻ ഒന്നും ഒരുക്കിയിട്ടുണ്ടായിരുന്നില്ല എന്ത് ചെയ്യണമെന്ന്. അപ്പോൾ കുറേ കുട്ടികൾ സജഷൻസ് അയച്ചിട്ടുണ്ടായിരുന്നു, ഇന്നത് ചെയ്യുന്ന. അപ്പോൾ അതിൽ കുറച്ച് പേര് പറഞ്ഞിട്ടുണ്ടായിരുന്നു, കാരണം എൻ്റെ ഓർണമെൻറ്റ്സിൻ്റെ കളക്ഷൻസ് ഒന്ന് കാണിക്കാൻ. ഞാൻ സെറ്റായിട്ട് യൂസ് ചെയ്യണ ഓർണമെൻറ്റ്സ്. അപ്പോൾ ഞാനാന്ന് വെച്ചാൽ ഒതുക്കണം എന്ന് വിചാരിച്ചിട്ട് കുറേ നാളുകളായിട്ടുണ്ടായിരുന്നു, എനിക്ക് പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്തായാലും ഇന്ന് വേറെ പണികളും കാര്യങ്ങളൊന്നുമില്ല, എന്നാൽ അത് ഒതുക്കാനിരിക്കാമെന്ന് വിചാരിച്ചു. ആ ഒതുക്കണോടുകൂടി നിങ്ങളെ കാണിക്കുകയും ചെയ്യാമല്ലോ. അപ്പോൾ ഇതാണ് ഞങ്ങളുടെ വീടിൻ്റെ അന്തരീക്ഷം രാത്രി ഒരു 9 മണി കഴിഞ്ഞാൽ കേട്ടോ. അപ്പോൾ ഞാൻ അതോട് കൂടിയിട്ട് എടുത്തു കഴിഞ്ഞാൽ കൈയോടെ എഡിറ്റ് ചെയ്ത് അതങ്ങോട്ട് അപ്ലോഡ് ചെയ്യാമല്ലോ എന്ന് വിചാരിച്ചു. അങ്ങനെ അതേ പരിപാടി. അപ്പോൾ ഡാഡിക്ക് ഇന്ന് കുടുംബസമ്മേളനത്തിൻ്റെ മീറ്റിംഗ് ഉണ്ടായിരുന്നു, വാർഷികമായിരുന്നു. അപ്പോൾ ഞാൻ ഈ പരിപാടികളും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് എനിക്കെന്തോ തീരെ വയ്യാൻ തോന്നി. അപ്പോൾ അതുകൊണ്ട് ഞാൻ പോയില്ല. എനിക്ക് അവിടെ പോയിട്ട് അത്രയും സമയം ഇരിക്കാനുള്ളൊരു ഇതുണ്ടായിരുന്നില്ല. ഇന്ന് പകലൊക്കെ യാത്രയും അലച്ചിലൊക്കെ ആയിരുന്നു. അപ്പോൾ അങ്ങനെ ഫുൾ ടൈം കിടക്കായിരുന്നു എന്ന് തന്നെ പറയാം. അങ്ങനെ ഇതാണ് ശരിക്കും പറഞ്ഞാൽ ഞങ്ങളുടെ ഓർണമെൻറ്റ് ബോക്സ്. മുമ്പ് ഇതിലാണ് ശരിക്കും ഓർണമെൻറ്റ്സ് വെച്ചിരുന്നത്. പിന്നെ ഡിമ്പിളിന് കല്യാണം കഴിഞ്ഞിട്ട് അതടക്കം അങ്ങോട്ട് കൊടുത്തയച്ചു. പക്ഷേ അവിടെ അത് വെക്കേണ്ടെന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് അവരുടെ പപ്പ അങ്ങോട്ട് കൊടുത്തയച്ചതാണ്. അപ്പോൾ അതിവിടെ കൊണ്ടുവന്ന് ഇവിടെ സ്ഥാപിച്ചു. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ എന്തൊക്കെയോ ഓർണമെൻറ്റ്സ് ഉണ്ട്. പക്ഷേ അത് ലോക്ക് ചെയ്തിട്ട് അതിൻ്റെ താക്കോല് കാണാനില്ല. പക്ഷേ അത്യാവശ്യമില്ലാത്ത കാരണമായതുകൊണ്ട് നമ്മളത് നോക്കാനും തുറക്കാനും ഇതുവരെ ശ്രമിച്ചിട്ടുമില്ല. അതിനകത്ത് കാര്യമായിട്ടൊന്നും ഉണ്ടാവില്ല എന്ന് ചോദിച്ചാൽ വേറെ എന്തൊക്കെയോ ഇട്ട് വെച്ചേക്കാണ്. അങ്ങനെ ഇപ്പോൾ നിങ്ങൾ സമയം കണ്ടില്ലേ, 9 മണി കഴിഞ്ഞു. ആ സമയത്താണ് ഞാനിതിലിരിക്കണത് കേട്ടോ. അപ്പോൾ അങ്ങനെ കംപ്ലീറ്റ് അലങ്കോലപ്പെട്ട് കിടക്കുക. അലമാരി ഒതുക്കണതിൻ്റെ ഭാഗമായിട്ട് ഓരോ ഭാഗം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വലിച്ചിട്ടപ്പോൾ ഓർണമെൻറ്റ്സ് നമ്മൾ പോണ നേരത്തെ അത് ഇടുക അങ്ങനെ ഒരു ഇതായി. അപ്പം ഞാൻ വിചാരിച്ചു എന്തായാലും എനിക്ക് ഒതുക്കണം. കാരണം ഞാൻ പറഞ്ഞില്ലേ, ചില സമയത്ത് ഇറങ്ങുമ്പോൾ കമ്മൽ കാണില്ല, മാല ഒക്കെ ചെപ്പിലുണ്ടാവും, പക്ഷെ തിരഞ്ഞെടുക്കാനുള്ള ഒരു ബുദ്ധിമുട്ട്. അപ്പോൾ ഞാൻ ഓർണമെൻറ്റ് ബോക്സ് വാങ്ങിച്ചിട്ടുണ്ട്, പക്ഷേ അതിലേക്ക് ആക്കിയിട്ടില്ല. അപ്പോൾ നമുക്കിതേ തുടങ്ങാം. ഇത് നമ്മുടെ കോറലും പേളുമാണ് കേട്ടോ. ഈ വളയ്ക്ക് എനിക്ക് തോന്നുന്നു ഒരു ഡിമ്പിൾ എനിക്ക് തോന്നുന്നു 8ൽ പഠിക്കുമ്പോഴങ്ങടാണ്. ഞങ്ങൾ തൃശ്ശൂർക്ക് വന്ന സമയത്താണ് ഞാനിത് വാങ്ങിക്കണത്. അപ്പോൾ അന്ന് നമ്മൾക്ക് ബിസിനസ് സ്റ്റാർട്ട് ചെയ്തിട്ടില്ല, ശരിക്കും 1 വർഷം മുമ്പ്. അപ്പോൾ 13 വയസ്സ് ഡിമ്പിളിന്. അപ്പോൾ ഏകദേശം നിങ്ങൾ കണക്കൂട്ടി അറിയാം. അപ്പോൾ അത്രയും പഴക്കമുണ്ട് ഈ വളയ്ക്ക് കേട്ടോ. പക്ഷേ ഇന്ന് വരെ ഞാനിത് പ്ലേറ്റ് ചെയ്യാൻ കൊടുത്തിട്ടില്ല. നമ്മൾ ഇത് കണ്ട് ഇവിടെ നിന്നാണ് ഞാൻ എൻ്റെ ബിസിനസ് സ്റ്റാർട്ട് ചെയ്തത്, നമ്മളുടെ ഡാഡിയും ഡോണായിട്ടുള്ള. അപ്പോൾ അന്നത്തെ ഫസ്റ്റ് സെറ്റാണിത് കേട്ടോ. അപ്പോൾ ഒരു കോറലിൻ്റെ മാലയും അതിൻ്റെ വളയും. ഈ മാലയല്ല, ഇത് പിന്നീട് ഇത് പിന്നെ നമ്മളുടെ ബിസിനസ്സിൽ വന്നേ പിന്നെ ഉള്ളതാണ്. ഒരു ഡബിൾ ലെയറിൻ്റെ ഒരു കോറലിൻ്റെ മാലയും ഈ വളയും അതിൻ്റെ കമ്മലുമാണ് ഞാൻ ഫസ്റ്റ് വാങ്ങിക്കുന്നത്. അതിന്മന്ന് കണ്ടിട്ട് അതിൻ്റെ ഒരു വിശ്വാസത്തിൻ്റെ പുറത്തും പിന്നെ കുറച്ച് വേറെ ഓർണമെൻറ്റ്സിൻ്റെ ഇത് കഴിഞ്ഞിട്ടാണ് നമ്മൾ. അപ്പോൾ അത്രയും പഴക്കം ഈ വളയ്ക്കുണ്ട്. ആ വളയുടെ എങ്ങനെയാണെന്ന് വെച്ചാൽ ഒരു വട്ടം പ്ലേറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അത് സംഭവം പറയാൻ കാരണം അതിൻ്റെ പേളിൻ്റെ കളർ പോയിട്ടുണ്ട്. അപ്പോൾ പേള് പ്ലേറ്റ് ചെയ്യുമ്പോൾ എപ്പോഴും നമ്മൾ ഒരു ഗ്യാരണ്ടി ഉണ്ടാവില്ല ചില സമയത്ത്, പ്രത്യേകിച്ച് പണ്ടത്തെ. ഇപ്പോഴത്തെ പിന്നെയുണ്ട്. അപ്പോൾ പേള് പോയിട്ട് വെള്ള കളറാവും കേട്ടോ. അതാണ് വള ഞാൻ കാണിക്കേണ്ടത്. ഇത് എൻ്റെ കോറലിൻ്റെ മാല. പിന്നെ ഇത് കുറേ എങ്ങനെയാണെന്ന് വെച്ചാൽ ഞാൻ സെറ്റായിട്ട് വെച്ചിട്ടുണ്ടെങ്കിലും ഒക്കെ കമ്മലുകൾ വേറെ വളകൾ വേറെയാണ് പിന്നീടായപ്പോൾ. അതുകൊണ്ട് തന്നെ ഞാൻ കയ്യിൽ കിട്ടുന്നതനുസരിച്ച് നിങ്ങൾക്ക് കാണിക്കാം. അത് കഴിഞ്ഞിട്ട് ഞാൻ സെറ്റായിട്ട് ഞാൻ പിന്നീട് ഒരു ദിവസം കാണിക്കാം കേട്ടോ. അപ്പോൾ ഇത് നമ്മളുടെ മൾട്ടി കളറിൻ്റെയാണ്. ഇതൊക്കെ ഈ പറഞ്ഞ പോലെ 10 കൊല്ലം മിനിമം പഴക്കമുണ്ടാവും. എൻ്റെ കയ്യിലുള്ള ഈ കാണുന്ന ഓർണമെൻറ്റ്സ് പുതിയതായിട്ട് എനിക്ക് തോന്നുന്നു 2 or 3 ഉണ്ടാവും. ബാക്കിയൊക്കെ 10-12 വർഷമൊക്കെ പഴക്കമുള്ളതാണ് കേട്ടോ. ഇത് മൾട്ടി കളറാണ്. അപ്പോൾ അതിന് ഞാൻ ഈ ഗ്രീനാണ് ഞാൻ യൂസ് ചെയ്യുക. അപ്പോൾ ഈ ഗ്രീൻ എങ്ങനെയാണെന്ന് വെച്ചാൽ വേറൊരു സെറ്റ്. ഇത് ഫൈബറിൻ്റെ വളയാണ്. ഇത് ഭയങ്കര വില കുറവുമാണ്, എന്നാൽ കാണാൻ നല്ല ഭംഗിയാണ്. റീപ്ലേറ്റ് ചെയ്യണത് തന്നെയാണ് കേട്ടോ. അപ്പോൾ ഇത് കണ്ടമാനം എൻ്റെ കയ്യിൽ നിന്ന് പോയിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു മറ്റേ ചന്ദനമഴയുടെ എല്ലാ ആർട്ടിസ്റ്റുകളുടെയും കൈമ എൻ്റെ ഈ വളയുണ്ടായിരുന്നു. അപ്പോൾ ഇത് അതിൻ്റെ തന്നെ ഒരു ലോക്കറ്റാണ്. ഇതൊക്കെ സെപ്പറേറ്റ് ആണ് കേട്ടോ ലോക്കറ്റ്. 2 സൈഡും വേണമെങ്കിൽ ഇടാം, പക്ഷേ ഇതാണ് അതിൻ്റെ ശരിക്കുള്ള സൈഡ്. അന്ന് ഇതിൻ്റെ പല ഷേപ്പ് വന്നിരുന്നു, മറ്റേ ടൈറ്റാനിക്ക് വന്നിരുന്ന സമയത്താന്ന് തോന്നുന്നുണ്ട്. ഇതും ഈ പറഞ്ഞ പോലെ 10 കൊല്ലത്തിൽ മേലെ പഴക്കമുണ്ട്. ഇത് മൾട്ടി കളർ
റൂബിയും ജെയ്ഡും മാത്രമുള്ളത്. ഇതെങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾ ലോക്കറ്റ് സെപ്പറേറ്റ് ആണ്. അപ്പോൾ എനിക്ക് തോന്നുന്നു ഞാൻ ചുരിദാറൊക്കെ ഇട്ട് തുടങ്ങിയ സമയത്ത് ഞാൻ ഇട്ടതാണ് ഈ ലോക്കറ്റ്. അപ്പോൾ സിമ്പിളായിട്ടുള്ള സാരികൾ ഉടുക്കുമ്പോൾ, അതായത് ഉഴഞ്ഞെടുക്കുന്ന സാരികളുണ്ടല്ലോ, പട്ട് സാരി അല്ലാത്തത്, ഫങ്ഷൻ അല്ലാത്തത്, അങ്ങനത്തെ സാരികൾക്കാണ് ഞാൻ ഇങ്ങനെ അധിക ഭാഗം ഇങ്ങനത്തെ മാലകൾ, നേരിയ മാലയമ കൊച്ചൊരു ലോക്കറ്റ് അപ്പോൾ അങ്ങനെ ഇടാറ് കേട്ടോ. ഇത് നമ്മളുടെ റൂബിയാണ്, റൂബിയുടെ സ്ക്വയർ. ഇത് സെയിം മാലയുണ്ട്. ഇതെനിക്ക് തോന്നുന്നു ഒരു 2 വർഷമൊക്കെ പഴക്കം ഉണ്ടാവുള്ളൂ കേട്ടോ. ഇത് പുതിയ സെക്ഷനിലെത്തിന് ഇപ്പോഴും നമ്മളുടെ കയ്യിലുണ്ട്. ഇത് ഇപ്പോഴും ഓടിക്കൊണ്ടിരിക്കുന്ന ഒരു നല്ലൊരു ഐറ്റമാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ ഇതും എങ്ങനെയാണെന്ന് വെച്ചാൽ ഇവിടെ വൈറ്റ് ബോളാണ്. ഇനി അങ്ങനത്തെ വള വേണമെങ്കിൽ അങ്ങനെ ഇടാം, ഈ വള വേണമെങ്കിൽ ഇങ്ങനെ ഇടാം, സ്റ്റഡും. അപ്പോൾ ഇത് അങ്ങനെ നല്ലൊരു സെറ്റാണ് കേട്ടോ. ഇത് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു സെറ്റാണ്. അപ്പോൾ അങ്ങനെ ഈ ഒരു സെറ്റ്. അപ്പോൾ ഇതൊക്കെ നിങ്ങൾക്ക് ചിലത് ഞാൻ പറഞ്ഞില്ലേ സെറ്റായിട്ട് ഇരിക്കുന്നുണ്ട്, പക്ഷേ ചിലത് എൻ്റെ കയ്യിൽ അങ്ങനെ ഇല്ല. അപ്പോൾ ഇത് റൂബി ജെയ്ഡ്, ഇപ്പോൾ നമ്മൾ നേരത്തെ കണ്ട മാലയ്ക്ക് മാച്ചാണ്. ഇനിയിപ്പോൾ നിങ്ങളിങ്ങനെ ഓരോന്ന് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഇത് റൂബി ജെയ്ഡാണ്. അതാണ് ഈ മാലയുടെ കൂടെ ആ വള ഇരിക്കുന്നത്. അപ്പോൾ ഇത് ശരിക്കും നല്ല വിലയുള്ള മാലയാണ്. അപ്പോൾ ഇതിൻ്റെ കല്ല് കണ്ടോ, ഒരെണ്ണം പൊട്ടിയിട്ടാണ് വന്നത്. അപ്പോൾ ഇത് നമുക്ക് കൊടുക്കാൻ പറ്റില്ല. അപ്പോൾ ഞാൻ എന്ത് കാണിക്കുന്നത് വെച്ചാൽ അങ്ങനെ ഡാമേജ് ഉള്ള പീസുകൾ ഞാൻ യൂസ് ചെയ്യും. അങ്ങനെയാണ് കേട്ടോ. അല്ലാണ്ട് കാരണം ഇത്രയും ഓർണമെൻറ്റ്സ് എൻ്റെ കയ്യിലിരുന്നിട്ട് നമ്മുടെ ബിസിനസ്സിന് ഒരു എന്താ പറയുക, നഷ്ടം വരുത്തേണ്ട ഒരു കാര്യം ഞാൻ ചെയ്യില്ല. കംപ്ലൈൻ്റ് ഉള്ള സാധനങ്ങളൊക്കെ ഞാൻ ഉപയോഗിക്കുക ചെയ്യാം കേട്ടോ. ഇത് നമ്മുടെ മയിലിൻ്റെ ഇതാണ്. ഇത് മുഖപ്പൂവാണ്. ഇത് ഈ പറഞ്ഞ പോലെ ഇപ്പം വീണ്ടും ഞാൻ പറഞ്ഞില്ലേ ഫാഷൻ വന്നിട്ടുണ്ട്. ഇതെൻ്റെ പണ്ടത്തെയാണ്. ഇപ്പം നമ്മുടെ കയ്യിൽ പുതിയ പാറ്റേൺസ് വന്നിട്ടുണ്ട്. ഇതിന്മ പണ്ട് ആണിയാണ്, തിരിയാണ്, ഇങ്ങനെ തിരിച്ച് കയറ്റുന്നത്. ഇപ്പോഴത്തേമ പിന്നെ നമുക്ക് ലോക്കറ്റ് പോലെയാണ് കേട്ടോ. അപ്പോൾ അതിനും ഈ പറഞ്ഞ പോലെ സിമ്പിൾ വളകളാണ്, റൂബി ജെയ്ഡായിട്ടുള്ള വളകളാണ്. ഇതൊക്കെ ഈ പറഞ്ഞ പോലെ പണ്ടത്തെയാണ്. ഇപ്പോൾ ചോദിച്ചാൽ ഇതിൻ്റെ സംഭവമൊന്നും നമ്മളുടെ കയ്യിലില്ല. അപ്പോൾ അത് അങ്ങനെ ഈ മയിൽ കണ്ടോ എന്തൊരു ഭംഗിയാണെന്നറിയോ അത് കാണാനായിട്ട്. നമ്മുടെ ഈ സൈഡിൽ ഇങ്ങനെ കിടക്കുമ്പോൾ. അപ്പോൾ ഇപ്പോഴത്തെ കുട്ടികൾക്ക് അറിയുമെന്ന് എനിക്കറിയില്ല. ഏറ്റവും ഭംഗിയുള്ള സാധനം കേട്ടോ. നിങ്ങൾക്ക് ആവശ്യമുള്ളവർക്ക് അത് വാങ്ങിക്കാം. ഇപ്പോൾ നമ്മുടെ കയ്യിൽ സ്റ്റോക്ക് ഉണ്ട്. സെയിം ഡിസൈൻ അല്ല കേട്ടോ. ഇത് നമ്മുടെ പട്ടുസാരികൾക്കൊക്കെ പണ്ട് ഞാൻ പട്ടുസാരി ഉടുക്കുമ്പോൾ സ്ഥിരം യൂസ് ചെയ്തിരുന്നതാണ്. ഇത് ശരിക്കൊരു എന്താ പറയുക നല്ല വലിയ ലോക്കറ്റാണ് കേട്ടോ. അപ്പോൾ ഒറ്റ നീളത്തിൽ ഇതും അതെ നീളത്തിലിട്ടിട്ട് ഈ ഒരൊറ്റ ലോക്കറ്റ് പട്ടുസാരിയുടെ മുകളിൽ കിടക്കുമ്പോൾ പ്രത്യേക ഭംഗിയാണ്. ഇതൊക്കെ ഈ പറഞ്ഞ പോലെ പണ്ടത്തെയാണ്. ഒരെണ്ണം എനിക്ക് തോന്നുന്നു ഒരു 12 അല്ല, ഡിമ്പിളുടെ ആ പ്രായമല്ല, അതിനേക്കാളൊക്കെ കുറേ മുമ്പത്തെയാന്ന് തോന്നുന്നുണ്ട്. ഇതതുപോലെ മാലയമ്മ ഞാൻ വൈറ്റ് ലോക്കറ്റ് ഇട്ടിട്ട് ഒരു സെറ്റ് ആക്കി വെച്ചിട്ടുള്ളതാണ്. ഈ ചെയിനൊക്കെ നമ്മളുടെ കയ്യിലുള്ള ചെയിനുകളാട്ടോ. അപ്പോൾ അതുമ്മേ ഇങ്ങനത്തെ ചെയിൻ വാങ്ങിച്ചിട്ട് നിങ്ങൾക്കായാലും ഇങ്ങനെ ലോക്കറ്റ് സെറ്റ് ചെയ്തിട്ട് കഴിഞ്ഞാൽ നല്ല ഭംഗിയാണ് കാണാനായിട്ട്. അപ്പോൾ ഇതിൻ്റെ കമ്മലൊക്കെ വേറെ ഇരിക്കണേ. അപ്പോൾ ഞാൻ പിന്നീട് സെറ്റായിട്ട് കാണിച്ചു തരാം. ഇത് നമ്മുടെ ഇതിൻ്റെ വളയാണ്. ഇതിൻ്റെയും ഈ പറഞ്ഞ പോലെ ഇതാ കണ്ടോ ഒരു കല്ല് പോയിക്കണുണ്ടോ. അപ്പോൾ കല്ല് പോയപ്പോൾ ഇനി അത് അത്രയും AD സ്റ്റോണാണ്, അത്ര കൊച്ചു കല്ലാണ്. അത് ഇനി കിട്ടില്ല. കിട്ടി വെച്ചാലും നമ്മൾ വെച്ചാൽ അത് ശരിയാവില്ല. ഇതൊക്കെ കുറേ മുമ്പത്തെയാണ്. അപ്പോൾ ഞാൻ അങ്ങനെയുള്ള സംഭവങ്ങളാണ് എൻ്റെ കയ്യിൽ. എനിക്ക് വൈറ്റ് സ്റ്റോണുള്ള ഇഷ്ടം പോലെ വളകളുണ്ട് കേട്ടോ. ഇത് അതുപോലെ നിങ്ങൾ എൻ്റെ പണ്ടത്തെ സാരികളും എൻ്റെ ഇതൊക്കെ കണ്ട ഇതൊക്കെ ഉണ്ടാവും അതിൽ. അതിൻ്റെ കമ്മലാണിത്. വലിയ സ്റ്റഡാണ്. ഇപ്പം സത്യം പറഞ്ഞാൽ ഞാനിത് ഇടണില്ല. ഈ വലിയ സ്റ്റഡ് എനിക്കിപ്പം ചേരണില്ല. അന്നൊക്കെ നമ്മൾ മുടി ലൂസ് ഹെയറൊക്കെ ഇടുമ്പോൾ വലിയ കമ്മലിടുമ്പോൾ ഭംഗിയാണ്. ഇപ്പം അത് എനിക്കെന്തോ ചേരാത്ത പോലെ തോന്നി. അപ്പോൾ അതുകൊണ്ട് ഞാനിപ്പോൾ അധികം ഇങ്ങനത്തെ യൂസ് ചെയ്യില്ല കേട്ടോ. അപ്പോൾ അങ്ങനെ ഇത് അതിൻ്റെ കോയിനായിട്ടുള്ള ടൈപ്പ്. ഇതൊക്കെ ഇപ്പം എനിക്ക് അത്ഭുതം ഞാനിതൊക്കെ യൂസ് ചെയ്തിരുന്നു എന്ന് ഓർക്കുമ്പോൾ കേട്ടോ. പക്ഷെ അതൊരു ഭംഗിയായിരുന്നു. ആ വലിയ കോയിൻ കിടക്കുമ്പോൾ അതും അതിൻ്റെ കൂടെ ഈ കമ്മലും. പണ്ടെങ്ങനെയാണെന്ന് വെച്ചാൽ ഞാൻ 6 വലിയ വീതിയുള്ള വളയും ഒരു വലിയ തടവളയൊക്കെ ഇട്ടിട്ട് എന്നെ എല്ലാവരും കളിയാക്കും. 2 മാലയൊക്കെ ഇട്ടിട്ടാണ് പോയിരുന്നത്. അന്നത്തെ സ്റ്റൈൽ അതായിരുന്നു കൊണ്ടാണ് കേട്ടോ. അപ്പോൾ ഇപ്പം നമുക്കത് ആലോചിക്കുമ്പോൾ ഇങ്ങനെ ആയിരുന്നോ ഞാനൊന്നും ആലോചിക്കുമ്പോൾ നമുക്ക് എന്താ പറയുക ഭയങ്കര അത്ഭുതവും ഒരു ചിരിയൊക്കെ വരും. അങ്ങനെയായിരുന്നു അത്. അപ്പം അന്നത്തെ ഇട്ടിരുന്ന ഒരു കോയിനാണ് ഇത്. നല്ല വലിപ്പമുണ്ട്. എൻ്റെ വിരലിലേക്ക് നോക്കിയാൽ അറിയാൻ എന്തോരം വലിപ്പമുണ്ട് എന്നുള്ളത് കണ്ടോ. 3 വിരലിൻ്റെ വട്ടുണ്ട് അതിന്. അപ്പോൾ അത് ഒക്കെ 2 സെറ്റ് അങ്ങനെ തന്നെ അവിടെ വെച്ചേക്കണം. പിന്നെ അതിന് 2നും കൂടിയിട്ട് ഒറ്റ ചെയിനാണ് കേട്ടോ വന്നേക്കുന്നത്. അപ്പം ഞാൻ എല്ലാത്തിനും അങ്ങനെ മാറ്റി വെച്ചാൽ ഇതിപ്പോൾ ട്യൂബിൻ്റെ മാലയാണ്. ഇതിപ്പോൾ എനിക്ക് തോന്നുന്നു ഒരു 2 വർഷമായിട്ടുള്ള, പക്ഷേ ഇപ്പോഴും ഏറ്റവും കൂടുതൽ ഭംഗിയിൽ പോകുന്ന ഒരു ഐറ്റമാണ്. ഇതിൻ്റെ പ്ലെയിൻ എല്ലാ കളറും ഉണ്ട്, ഒരുവിധം കളേഴ്സൊക്കെ ഉണ്ട്. കുറച്ച് ഞാൻ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു. ഇത്തിരി വില കൂടുതലാണ്. ഇതിപ്പോൾ എൻ്റെ കയ്യിൽ കിട്ടിയിട്ട് എനിക്ക് തോന്നുന്നു 2-2.5 വർഷമായിട്ടുണ്ട്.
അപ്പോൾ ഇതിന് ലോക്കറ്റും അതെ. അപ്പോൾ അതിന് ഞാൻ കമ്മൽ, ഇതിനിപ്പോൾ ഏത് കളർ കമ്മൽ വേണമെങ്കിൽ ഇടാം. നമ്മൾ ഇടുന്ന സാരിയുടെ അനുസരിച്ച് ആ കമ്മലും യൂസ് ചെയ്യാം. അപ്പോൾ ഇത് നമ്മുടെ ഗോൾഡൻ, മറ്റേതൊക്കെ എൻ്റെ കയ്യിലുള്ളത് കല്ലിൻ്റെ ആണെങ്കിൽ ഇത് ഗോൾഡിൻ്റെയാണ് കേട്ടോ. കറക്റ്റ് ശരിക്കും സ്വർണ്ണത്തിൻ്റെ ഇതുപോലെ ഫോട്ടോ എടുത്തപ്പോൾ ആ ഗ്ലെയർ കൊണ്ടാണ് കളർ വ്യത്യാസം കേട്ടോ. ഇതിപ്പോൾ നമ്മുടെ സ്വർണ്ണത്തിൽ കാണുന്ന നെല്ലിക്ക എന്നങ്ങടെ തോന്നുന്നുണ്ട് ഇതിന് പറയാം. അതിൻ്റെ വള ഇത് സെയിം എനിക്ക് സ്വർണ്ണത്തിൻ്റെ വളയും മാലയും ഉണ്ടായിരുന്നു. എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഡിമ്പിളിൻ്റെ അരങ്ങേറ്റത്തിന് അമ്മാമ്മ കൊണ്ടുവന്ന മാലയാണ്. ഇതിൻ്റെ സെയിം മാല, ഈ കിടക്കണ മാല. അന്ന് അത് 3.5 പവനായിരുന്നു. ഇന്നിപ്പോൾ നമ്മളുടെ കയ്യിൽ ഇത് 3.5 പവൻ പോയിട്ട് അത് എന്താ പറയുക, വളരെ ചെറിയ വിലയുള്ളൂ, വെയിറ്റും ഇല്ല. ഇതിപ്പോൾ എൻ്റെ കയ്യിലുള്ളത് 8 10 പിടി അങ്ങോട്ടാണ് കേട്ടോ. നല്ല ഇറക്കത്തിലാണ്. അപ്പോൾ അതിൻ്റെ 2 വളയും അതിൻ്റെ തന്നെ ഒരു കമ്മലും ഇത് എൻ്റെ കയ്യിൽ. ഇത് പിന്നെ കുറേ നാളായിട്ട് ഉപയോഗിക്കാത്ത സെറ്റായിട്ട് ഇത് ഇപ്പം ഇങ്ങനെ കാണിക്കാൻ കാരണം എന്താ വെച്ചാൽ, നമ്മൾ സാധാരണ 2 വളയിട്ട് ഒരാൾ വാങ്ങിക്കുമ്പോൾ 2 സൈസ് വാങ്ങിക്കുകയാണ് നല്ലത്. കാരണം എല്ലാവരുടെയും കൈ 2 കൈയും 2 അളവാവും. അപ്പോൾ ഒരു കയ്യിൽ ചെറുതും ഒരു കയ്യിൽ വലുതും. എനിക്ക് ഇടത്തെ കയ്യിൽ 2.4 വലത്തെ കയ്യിൽ 2.6 അപ്പോൾ അങ്ങനെയാണ് ഞാനും ചെയ്യുക. ഇത് പുതിയ കളക്ഷനാണ് കേട്ടോ. ഇതെനിക്ക് അമ്മാമ്മ മരിച്ചിട്ട് വാലായ്മ സാരി കൊണ്ടുവന്നപ്പോൾ ഒരു ആഷ് കളറ് ഞാനിപ്പോൾ തമ്മനയിലൊക്കെ ഇട്ടിട്ടുണ്ട് ഈ മാല ഇട്ടിട്ട്. അപ്പോൾ ഞാൻ ആ സാരിക്ക് മാച്ച് ചെയ്തിട്ട് എടുത്തതാണ് കേട്ടോ ഈ മാല. നല്ല മാല, എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമായി. സിമ്പിളാണ്, എന്നാൽ കാണാനും നല്ല ഭംഗിയുണ്ട്. നല്ല റോയൽ ഒരു മാല കേട്ടോ. അപ്പോൾ അതിനൊരു പേളിൻ്റെ സ്റ്റഡും പേളിൻ്റെ ഒരു വളയായി കഴിഞ്ഞാൽ ഭയങ്കര ഭംഗിയായി. അപ്പോൾ ഇന്നും ഞാനൊരു കല്യാണത്തിന് പോയപ്പോൾ ഈ മാലയും വളയൊക്കെയാണ് യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ കുറേ പേര് എന്നോട് ചോദിച്ചു ഇത് എവിടെ നിന്നാണ്, എന്താണ്. കുറേ പേരുടെ വിചാരം അത് ഗോൾഡാണെന്നാണ്. എനിക്ക് ഇതിൻ്റെ ബിസിനസ്സുകളുണ്ടെന്ന് അറിയാത്തവരുടെ വിചാരം ഇത് ഗോൾഡാണെന്നാണ്. ഞാൻ പറഞ്ഞു ഒരിക്കലും ഗോൾഡല്ല, ഇത് നമ്മളുടെ പ്രോഡക്റ്റാണ് എന്ന് പറഞ്ഞു. പക്ഷേ ഇപ്പോൾ ഈ പറഞ്ഞ പോലെ നമ്മൾ യൂസ് ചെയ്യണത് വൃത്തിയിൽ യൂസ് ചെയ്തില്ലെങ്കിൽ റീപ്ലേറ്റ് ചെയ്യുമ്പോൾ അതിൻ്റെ മുകളിലത്തെ ആ ഗ്ലേസിങ് പോയിട്ട് വെള്ള കളറും. ഈ വളയൊക്കെ എൻ്റെ കയ്യിൽ കുറേ മുമ്പ് തൊട്ടുള്ളതാണ് കേട്ടോ. കുറേ എന്ന് പറഞ്ഞാൽ കുറേ മുമ്പ് തൊട്ടുള്ളതാണ്. എനിക്ക് എവിടെ നിന്നാണ് അത് കൊണ്ടുവന്നതെന്ന് പോലും ഓർമ്മയില്ല. ഇതൊക്കെ ഇപ്പോഴും നമ്മുടെ കയ്യിലുള്ള സ്റ്റോക്കാണ് കേട്ടോ. ഇതും ഈ പറഞ്ഞ പോലെ പ്ലേറ്റ് ചെയ്തപ്പോൾ അതിൻ്റെ ഇത് പോയി വെള്ള കളറായി കണ്ടോ. അപ്പം ഞാനത് ആർക്കും കൊടുക്കാണ്ട് നമ്മൾക്ക് യൂസ് ചെയ്യാമെന്ന് വെച്ചിട്ട് എൻ്റെ കയ്യിൽ വെച്ചിട്ടുള്ളതാണ്. ഇതും ഈ പറഞ്ഞ പോലെ ഒറ്റയ്ക്ക് വന്നതാണ്. ഇത് നൂലുമ്മയാണ് ഇത് കോർത്തേക്കുന്നത്. ഒരെണ്ണം കുറച്ച് വലിയ മണി, ഒരെണ്ണം കുറച്ച് ചെറിയ മണി. അപ്പം ഞാൻ വിചാരിച്ചു ഇതൊന്ന് ലൂസായിട്ടുണ്ട്, വലിയ മണിയുടെ ഒരു ലൂസായി. അപ്പോൾ നമുക്ക് ധൈര്യമായിട്ട് ഒരാൾക്ക് കൊടുക്കാൻ എനിക്ക് അങ്ങനെ എന്തെങ്കിലും ചെറിയ കംപ്ലയിൻ്റ് ഉണ്ടെങ്കിൽ എനിക്ക് കൊടുക്കാൻ ബുദ്ധിമുട്ടാവും. അപ്പോൾ അതുകൊണ്ട് ഞാൻ തന്നെ ഉപയോഗിക്കാമെന്ന് വെച്ചു. ഇത് കണ്ടു, ഇതിൻ്റെ ഈ പറഞ്ഞ പോലെ പേളുകൾ, കുഞ്ഞി പേളുകൾ അതൊക്കെ അവിടെ ഇവിടെയൊക്കെ പോയിട്ടുണ്ട്. പക്ഷേ എൻ്റെ കൈമിടുമ്പോൾ നമ്മളിത് അറിയണില്ലല്ലോ, നമ്മൾ അറിഞ്ഞും കൊണ്ടല്ലേ. പക്ഷേ ഒരാൾക്ക് കൊടുക്കാൻ നമുക്കിത് പറ്റില്ല. അപ്പോൾ അങ്ങനെയുള്ള ഐറ്റംസാണ് എൻ്റെ കയ്യിൽ ഇപ്പോൾ ഈ പെട്ടിയിലുള്ള കംപ്ലീറ്റ് സാധനങ്ങൾ കേട്ടോ. ഇതും ഈ പറഞ്ഞ പോലെ എനിക്ക് തോന്നുന്നു ഒരു 12-13 വർഷം പഴക്കമുണ്ട് ഈ സംഭവത്തിന്. ഇത് സെയിം നമ്മൾ സ്വർണ്ണക്കടയിൽ പോയി കഴിഞ്ഞാൽ അതേ പാറ്റേണിൽ ഒരു പ്രാവശ്യം ഞാൻ ഇതിട്ടിട്ട് ഞാൻ ജ്വല്ലറിയുടെ പേര് പറയുന്നില്ല, അവിടേക്ക് പോയപ്പോൾ അവരിങ്ങനെ പിടിച്ചിട്ട് അയ്യോ ഇത് നല്ല പണിക്കൂലിയായാലോ മാഡം, ഇങ്ങനത്തെയൊക്കെയാണോ യൂസ് ചെയ്യാമെന്ന് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു ഒരു പണിക്കൂലിയില്ല, നിങ്ങളുടെ പണിക്കൂലിയുടെ കാശ് പോലും എൻ്റെ ഈ മാലയ്ക്കായിട്ടില്ല എന്ന് പറഞ്ഞപ്പോൾ അവർ ഞെട്ടി. കാരണം അവരുടെ അവിടെ ഇതിൽ ഇതേ മാല ഇതേ ഷേപ്പിൽ അവിടെ കിടക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അതാണ് കേട്ടോ. ഇപ്പം അത് കിട്ടുമെന്നുള്ളത് എനിക്കറിയില്ല. ഇതൊക്കെ എൻ്റെ ഓൺ കളക്ഷൻസാണ്. എൻ്റെ കയ്യിലുള്ളത് അധിക ഭാഗം എന്താ പറയുക ബിസിനസ്സിലേക്ക് ഉണ്ടാവില്ല. കാരണം അത് എനിക്കെന്തോ ഡിമ്പിളുടെ പോലെ തന്നെ എനിക്കും അത് അത്ര വലിയ ഇഷ്ടമില്ല. കാരണം എല്ലാവരുടെയും കയ്യിലുള്ള സാധനം നമ്മൾ ഇടാമെന്ന് പറയുമ്പോൾ എനിക്കത് ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പോൾ വേറെ ഒന്നും വെച്ചിട്ടല്ല, അല്ലെങ്കിലോ നമ്മൾ സ്വർണ്ണം ഇട്ടാലും ഇത് സ്വർണ്ണമല്ല എന്ന് വിചാരിക്കുക. അപ്പം പിന്നെ അങ്ങനെയും വേണ്ടല്ലോ വെച്ചാൽ അപ്പോൾ ഞാൻ എവിടെയെങ്കിലും ഇങ്ങനെ റയറായിട്ട് കാണുന്നതാണ് ഞാനിടുക. പിന്നെ എൻ്റെ കയ്യിലുള്ള സാധനങ്ങളൊക്കെ കുറച്ച് കോസ്റ്റ്ലിയാണ്. അപ്പോൾ വാങ്ങിക്കുന്നവർക്ക് അത് അത്രയും ഇഷ്ടാവില്ല. അപ്പോൾ ഞാൻ മാക്സിമം ഒരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഓർണമെൻറ്റ്സാണ് ഞാൻ ബിസിനസ്സിലേക്ക് വെക്കാറ് കേട്ടോ. അപ്പോൾ ഇത് നമ്മളുടെ ഡയമണ്ട് ഫിനിഷുള്ള മാലയാണ്, മംഗൾസൂത്രം ഇട്ടിട്ടുള്ളതാണ്. പിന്നെ ഇതിൻ്റെ തന്നെ കമ്മൽ സ്റ്റഡ്. ഇതിപ്പോൾ എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾക്ക് ഗോൾഡ് ചെയിനുമേ സിൽവർ ലോക്കറ്റ്. എനിക്കൊരു ബ്രൗൺ സാരിയുണ്ട്, അതുമ്പോൾ സിൽവറാണ് വർക്ക്. അപ്പോൾ ഞാൻ അതിന് വേണ്ടി സെറ്റ് ചെയ്തതാണ്. ഇതിൻ്റെ തന്നെ കമ്മലും ഉണ്ട് കേട്ടോ. അപ്പോൾ ഇങ്ങനെ സെറ്റുകൾ നമ്മുടെ കയ്യിലുണ്ട്. അപ്പോൾ നിങ്ങൾക്കായാലും വല്ല സിൽവർ വർക്കുള്ള വല്ലതും ഉണ്ടെങ്കിൽ സിൽവർ മാലയമേ വേണമെങ്കിൽ ഈ പെൻഡൻറ്റ് ഇടാം, അല്ല ഗോൾഡും ഇടാം, അല്ലെങ്കിൽ ചരടും ഇടാം. അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം പോലെ. ഞാനത് എങ്ങനെയാണ് ചെയ്തേക്കണേ. ഇതെങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾ ബ്രേസ്ലെറ്റ്സ് ഒക്കെ ഒരു റോളുമെന്നാണ് വെട്ടിയിട്ട് ബ്രേസ്ലെറ്റ് പാദസരമൊക്കെ വിളക്കുക.
അപ്പോൾ അതിൽ കൊച്ചു പീസുകൾ ബാക്കി വരും. ആ ബാക്കി വരുന്ന പീസ് ഞാൻ എന്താ പറയുക ഡാഡിയെ കൊണ്ട് കണ്ണിയൊക്കെ ഇടിച്ച് നമ്മളൊരു കൊച്ചു മാലയാക്കി സെറ്റ് ചെയ്തെടുക്കുന്നതാണ്. ഇത് ഗോൾഡാണ് കേട്ടോ. ഇത് എൻ്റെ ഡിംപിളിനേക്കാളും പ്രായമുണ്ട്. കാരണം ഡിംപിളിന് പ്രഗ്നൻ്റ് ആവണതിൻ്റെ സമയത്ത് എനിക്കെടുത്തതാണ്. പണ്ടൊരു പ്രിയങ്ക ജ്വല്ലറി ഉണ്ടായിരുന്നു വൈൽഡ് കാറ്റിൻ്റെ അവിടെ നിന്ന് എടുത്തിട്ടുള്ളതാണ്. ഇത് നമ്മൾ പച്ച കണ്ടില്ലേ ഫൈബറിൻ്റെ വള, അതിൻ്റെ തന്നെ ബ്ലാക്ക് 3 കളറാണ്, മെറൂണ്, ബ്ലാക്ക്, പച്ച, അങ്ങനെ 3 കളറാണ് കേട്ടോ ഇതിൽ ഉണ്ടായിരുന്നത്. ഇപ്പോൾ നമ്മുടെ കയ്യിൽ സ്റ്റോക്ക് ഇല്ലാന്ന് തോന്നുന്നുണ്ട്. നല്ല വളയാട്ടോ. വാങ്ങിയിട്ടുള്ളവരിപ്പോൾ ഇത് കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കറിയാം എങ്ങനെയുണ്ട് എന്നുള്ളത്. അങ്ങനെ ഇത് റൂബി വൈറ്റ് ഇത് ഞാൻ വല്ല ഫങ്ഷൻസൊക്കെ ഉണ്ടായാൽ യൂസ് ചെയ്യുന്ന ഒരു 10 എണ്ണത്തിൽ ഒരു പാറ്റേൺ അത് കേട്ടോ. നല്ല ഭംഗിയുള്ള സിമ്പിളായിട്ടുള്ള വെറുതെ ഒരു കുഞ്ഞൊരു ലോക്കറ്റ്. അതുമ്മ എന്താ പറയുക സെപ്പറേറ്റ് അല്ല, ഫിക്സ്ഡ് ആണ് കേട്ടോ. അത് മാലേമ ഓൾറെഡി വിളക്കി വന്നിട്ടുള്ള ഒരു ലോക്കറ്റാണ്, സെപ്പറേറ്റ് ലോക്കറ്റ് അല്ല. അപ്പോൾ ഇത് തന്നെ എൻ്റെ കയ്യിൽ കമ്മലുണ്ട്, റൂബിയും വൈറ്റും ആയിട്ടുള്ളതുണ്ട്, റൂബി പ്ലെയിൻ ഉണ്ട് കണ്ടോ, റൂബി വൈറ്റ് ആയിട്ടുള്ള കമ്മൽ. ഇത് തന്നെയാണ് ഞാൻ കാണിച്ചല്ലോ വളയും. അപ്പോൾ അത് നല്ലൊരു സെറ്റാണ്. അപ്പോൾ അതൊക്കെ കുറേ നാളായി ഞാൻ ഇട്ടിട്ട്, അതാണ് ഇപ്പോൾ കാണുന്നത് കേട്ടോ. അപ്പോൾ ഇത് അതുപോലെ റൂബി വൈറ്റ് വേറൊരു സെറ്റാണ്. അപ്പോൾ അതിന് കൊച്ച് 2 തരം കമ്മൽ ഞാൻ വെച്ചിട്ടുണ്ട് കേട്ടോ, മയിൽ. അപ്പോൾ മയിൽ എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മുടെ ഒന്ന് അങ്ങടും ഒന്ന് ഇങ്ങടും ഇരിക്കും. അപ്പോൾ 2 കാതിലും 2 ടൈപ്പിലിരിക്കുക കേട്ടോ. അത് നമ്മൾ നോക്കി വാങ്ങിയില്ലെങ്കിൽ കയ്യിൽ പെടും. ഇത് അതുപോലെ കുഞ്ഞ് റൂബിയുടെ എഡി സ്റ്റോണാണ്. വളരെ ചെറുതെന്ന് പറഞ്ഞാൽ അത്രയും ചെറുതാണ്. ഇതിൻ്റെയും ഈ പറഞ്ഞ പോലെ ഏതൊക്കെയോ 1-2 കല്ല് പോയിട്ടുണ്ട്. അപ്പം ഞാനത് ഉപയോഗിക്കുമ്പോൾ അത് ആരും അറിയില്ല, നമുക്ക് നല്ല ഭംഗിയിൽ ഉപയോഗിക്കുകയും ചെയ്യാം. ഇതാണ് ആ മാല. ഇത് നമുക്ക് സാരിക്ക് യൂസ് ചെയ്യണം, സാരി മാലയാണ് കേട്ടോ. ശരിക്കും ലോങ് ആണ്. അപ്പോൾ നമ്മൾ പട്ടുസാരിയൊക്കെ കൊടുത്ത് പ്ലെയിൻ കളറിൽ പട്ടുസാരി ആകുമ്പോൾ റൂബി എല്ലാത്തിൻ്റെയും കൂടെ ചേർന്ന് പോകുന്ന ഒരു കളറാണ്. അപ്പോൾ അതാണ് ഇത്. അപ്പോൾ റൂബി വൈറ്റും ആയിട്ടുള്ള ഇത് നല്ല ലെങ്ത് ഉണ്ട്. ഇത് ബാക്കിലേക്ക് ചെയിനും ഉണ്ട്, ശരിക്കും നല്ല നീളമുള്ളതാണ്. ഇത് ഒരു ട്രഡീഷണൽ മാലയാണ്. എനിക്കിതിൻ്റെ പേര് ഞാൻ മറന്നു. ഇതും ഈ പറഞ്ഞ പോലെ ചന്ദനമഴയിൽ എല്ലാ ആർട്ടിസ്റ്റുകളുടെയും കയ്യിലുണ്ട്. ശരിക്കും പറഞ്ഞാൽ ആ സമയത്ത് ഇതിൻ്റെ ബിസിനസ്സാണ് ഏറ്റവും കൂടുതൽ. അവിടെ ആർട്ടിസ്റ്റുകൾ തന്നെ ഇതെടുത്ത് ബിസിനസ് ചെയ്തവരുണ്ട്. അത്രയും ഭംഗിയാണ് ഇത് കാണാനായിട്ട്. 2 ഇഴയിൽ നല്ല കനത്തിൽ നല്ല ഇറക്കത്തിലുള്ള ഒരു മാല. ഇതിപ്പോഴും നമ്മുടെ കയ്യിലുണ്ട് കേട്ടോ. അങ്ങനെ ഭയങ്കര വിലയാണ്, പക്ഷേ ഇട്ട പോലെ കെടുക്കും. ഇതും അതുപോലെ വളരെ യുണീക്ക് പീസാണ്, ഒറ്റയ്ക്ക് വേറെ ഇല്ലാത്ത ഒരു പീസാണിത്. ഇത് ഈ പറഞ്ഞ പോലെ ഒരു ഉള്ളു പൊള്ളയാണ്, പക്ഷേ കാണാൻ നല്ല ഭംഗി. ഇതും ഞാൻ സ്ഥിരം യൂസ് ചെയ്യണം, പട്ടുസാരിക്കൊക്കെ സ്ഥിരം യൂസ് ചെയ്യുന്ന ഒരു മാലയാണ്. കുറേ പേരൊക്കെ കണ്ടിട്ടുണ്ടാവും. അത് ലോക്കറ്റ് ഒന്നുമില്ല, വെറുതെ ഒറ്റ ഒരു മാല, പക്ഷെ കാണാൻ നല്ല ഭംഗിയാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ ഇത് ആ മാല. ഇതിൻ്റെ തന്നെ ഇതാണ് നെറ്റുള്ളത്. ഇതിനകത്ത് ഫുൾ വൈറ്റ് സ്റ്റോൺസാണ്. ഇതിൻ്റെ വലിയതാണ് ഡിംപിളിനുണ്ടായിരുന്നത്. ഡിംപിൾ അത് ബിൻസി മമ്മിക്ക് കൊടുത്തു. അത് നീളത്തിലാണ്. ശരിക്കും ഞങ്ങൾ അങ്ങോട്ടും കൂടി തെറ്റിയെടുത്തതാണ്. എൻ്റേത് നീളത്തിലും ഡിംപിളുടെ ചെറുതുമായിരുന്നു. ഡിംപിൾ എപ്പോഴോ തെറ്റിയിട്ട് അത് കൊണ്ടുപോവുകയും ചെയ്തു. പിന്നീട് അത് അവൾ മമ്മിക്ക് കൊടുക്കുകയും ചെയ്തു. അപ്പോൾ ഭയങ്കര ഭംഗി അത് കാണാൻ കേട്ടോ. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇതിനി ബാക്ക് ചെയിൻ ഇട്ടിട്ട് യൂസ് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇത് മൾട്ടി കളറ്. ഇത് എനിക്ക് തോന്നുന്നു ഒരു എത്ര വർഷം പഴക്കമുണ്ടാവും, ഈ പറഞ്ഞ പോലെ കുറേ വർഷം പഴക്കമുള്ള ഒരു മാല ഇത്. അപ്പോൾ ഞാൻ ഈ അടുത്ത് എവിടെ നിന്നോ കിടക്കുമ്പോൾ കണ്ടതാണ്. അപ്പോൾ ഞാനതെടുത്ത് 2ാമത് പ്ലേറ്റ് ചെയ്തിട്ട് ഞാനിപ്പോൾ യൂസ് ചെയ്യണത് ഇപ്പോൾ ഈ മാല കേട്ടോ. അപ്പോൾ ഞാൻ ഒരു ദിവസം പണ്ട് ഡോൺ സ്ഥിരട്ടിരുന്ന മാലയാണ്. ആ സമയത്ത് എനിക്ക് തോന്നുന്നു കണ്ടമാനം പേരുടെ കയ്യിൽ ഈ മാല ഉണ്ടായിരുന്നു. ഇത് നമ്മുടെ ചെറിയ മറ്റേ മണിമാലയുടെ കൊച്ചു മണി. ഇതിപ്പോൾ ഈ പറഞ്ഞ പോലെ ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഈ വീട്ടിൽ നിന്നല്ല, ഇപ്പം ഞാൻ ഗോൾഡ് അധികം ഉപയോഗിക്കാറില്ല. അപ്പോൾ ഇത് ഇങ്ങനത്തെ മാലകളാണ്. അപ്പോൾ ഞാനത് മാറി ഇടാനായിട്ട് 1-2 മാറ്റി വെച്ചല്ല. ഇത് പറഞ്ഞ നല്ലൊരു പാറ്റേൺ ആട്ടോ. റൂബിയുടെ ഈ ബോൾ തന്നെ കമ്മലും വളയും മാലയും ഒക്കെ ഉണ്ട്, സെറ്റ് ഉണ്ട്. ഇതല്ല കേട്ടോ, അതിൻ്റെ ബോൾ വേറെയാണ്. ഇതിപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, ഇതാ പേള് ഒരെണ്ണം പോയി വെക്കണത് അവിടെ ഇവിടെയൊക്കെ പോയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അത് എനിക്ക് കിട്ടി. ഇത് ഡിംപിളിന് വേണ്ടിയിട്ട് എടുത്തിട്ടുണ്ടായിരുന്നു. ഡിംപിളുടെ കയ്യിലുണ്ടെന്ന് തോന്നുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ചിലത് അവളുടെ കയ്യിലത്തി ഉണ്ട് കേട്ടോ. 2 ഒക്കെ ഉള്ളത് അവൾ എനിക്ക് ഓരോന്നും ഇങ്ങോട്ട് തിരിച്ചു തന്നു. കാരണം പണ്ട് ഞാൻ ഇങ്ങനത്തെ ഒന്നും യൂസ് ചെയ്യാറില്ല. ശരിക്കും പറഞ്ഞാൽ ഈ വീട് വാങ്ങിയതിന് ശേഷമാണ് എൻ്റെ കയ്യിൽ ഗോൾഡ് ഇല്ലാണ്ടായത്. അപ്പോൾ അതിന് ശേഷമാണ് ഞാൻ ഇതിനോട് കുറച്ച് ഇൻട്രസ്റ്റ് കാണിച്ചു തുടങ്ങിയത്. അപ്പോൾ അങ്ങനെയാണ് ഇപ്പോൾ എൻ്റെ കയ്യിൽ ഇത്രയും കളക്ഷൻ വന്നു തുടങ്ങിയത്. അപ്പോൾ ഒരു 10 കൊല്ലത്തിന് മേലെയുള്ള സാധനങ്ങളാണ് എന്ത് തന്നെയായാലും എൻ്റെ കയ്യിലുള്ളത് കേട്ടോ. ഇതൊക്കെ നമുക്ക് ചുരിദാറിനൊക്കെ ഇടാൻ പറ്റിയ ചെറിയ മാലകൾ.
സാധാരണ എന്താ പറയുക ഒരു 6 പിടി കഴിഞ്ഞിട്ടുള്ള മാല, കൊളുത്ത് ബാക്കിലിടുന്ന മാല, ഇത് തന്നെ കമ്മലുണ്ട്, ഇത് തന്നെ വേണമെങ്കിൽ വളയുണ്ട്, അങ്ങനെയാണ്. അപ്പോൾ ഇത് ഞാൻ എപ്പോഴും ഇട്ടിരുന്ന ഒരു മാലയാണ്, എല്ലാവർക്കും അറിയാം, റൂബിയുടെ മാല, ലോങ് ചെയിൻ. അപ്പോൾ കുറേ പേരുടെ ധാരണ ഇത് സ്വർണ്ണം എന്നാണ്. ഇത് തന്നെ സ്വർണം എൻ്റെ കയ്യിലുണ്ടായിരുന്നു. ഇപ്പോൾ ഇത് സ്വർണ്ണമല്ല കേട്ടോ. അപ്പോൾ ഇതുപോലെ ഈ വളയും. അപ്പോൾ അങ്ങനെ ഇപ്പം എങ്ങനെയാണെന്ന് വെച്ചാൽ ഇത് സ്വർണ്ണമൊക്കെ വാങ്ങിക്കുന്നത് വളരെ നഷ്ടമാണ്. സ്റ്റോണിൻ്റെ വെയിറ്റും അതും ഇതും നമ്മൾ കൊടുത്താൽ ഒന്നും കിട്ടില്ല. കാരണം എനിക്ക് അനുഭവമാണ്, കുറേ എൻ്റെ കയ്യിൽ ഇങ്ങനെ ഉണ്ടായിരുന്നത് കൊടുത്തപ്പോൾ ഒന്നും കിട്ടിയില്ല. നമുക്കറിയാമല്ലോ, ഒരു വീട് പണി, പിന്നെ കുട്ടികളുടെ കല്യാണം എന്നൊക്കെ പറയുമ്പോഴാണ് നമ്മൾ ഗോൾഡ് കൊടുക്കുക. ആ സമയത്ത് നമ്മളിത് നോക്കുമ്പോൾ വളരെ എന്താ പറയുക, ഒന്നും കിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ മാക്സിമം സ്വർണ്ണത്തിൽ ഇങ്ങനെയൊന്നും എടുക്കാണ്ട് ഇതുപോലെ എടുക്കാൻ ശ്രമിക്കുക കേട്ടോ. എന്ന് വെച്ചിട്ട് എൻ്റെ കയ്യിൽ നിന്ന് എടുക്കണം എന്നല്ല കേട്ടോ ഞാൻ പറയണത്. നിങ്ങൾക്ക് ഞാൻ പറഞ്ഞതിൻ്റെ ഉദ്ദേശശുദ്ധി മനസ്സിലായിണ്ടാവും എന്ന് വിചാരിക്കണം. അപ്പോൾ ഇത് കുഞ്ഞ് ഡംബൽസിൻ്റെ ലോക്കറ്റാണ്. ഇത് തന്നെ വളയുണ്ട്, ബ്രേസ്ലെറ്റ് ഉണ്ട്, കമ്മലുണ്ട്, മോതിരമുണ്ട്, എല്ലതും ഉണ്ട് കേട്ടോ. ഇത് അതുപോലെ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ മാല, സിൽവർ, ഗോൾഡ് സിൽവർ, അതിൻ്റെ വളയാണിത്. ഇതുമ്മീ നിങ്ങൾ നോക്കിയാൽ കാണാം ഇതിൻ്റെ 2 കണ്ണുമ്മലത്തെ റൂബിയുടെ കല്ല് പൊയ്യേക്കാം, കണ്ടോ. അപ്പം ഞങ്ങൾ കൊടുക്കുമ്പോൾ എനിക്ക് ഒരിക്കലും ഈ വള ഇങ്ങനെ കൊടുക്കാൻ പറ്റില്ല, ഭയങ്കര വിലയുള്ള വളയാണ്. പക്ഷേ ഈ കല്ലില്ല എന്ന് പറഞ്ഞിട്ട് കൊടുക്കുമ്പോൾ അത് ശരിയല്ല. അപ്പോൾ എനിക്ക് യൂസ് ചെയ്യാമല്ലോ. അപ്പോൾ അങ്ങനെയാണ് ഇതൊക്കെ എൻ്റെ കയ്യിൽ വന്നു ചേർന്നത്. അപ്പോൾ അങ്ങനെ അപ്പോൾ ഞാൻ കളിയാക്കിയിട്ട് പറയും, ഇത് കൈമാറി കൊടുക്കാൻ ഒരു പെൺകുട്ടി ഇല്ലല്ലോ എനിക്ക് എന്ന് പറയും. പേരക്കുട്ടികൾ ഡിംപിളുടെ കയ്യിൽ ഇഷ്ടം പോലെ ഉള്ള കാരണം കേട്ടോ. അപ്പോൾ ഇതാണ് കല്ല് വെച്ചിട്ടുള്ള വേർഷൻ കേട്ടോ. അപ്പോൾ ഞാനത് നിങ്ങൾ കാണിക്കാൻ വേണ്ടി ഞാൻ ഇങ്ങോട്ട് തിരിച്ച് വെച്ചതാണ്. അപ്പോൾ അങ്ങനെ ഇത് മൊത്തം മറ്റേ ഡയമണ്ടിൻ്റെ ഫിനിഷുള്ള ഓർണമെൻറ്റ്സാണ്. ഇനിയിപ്പോൾ ദേ അടുത്തത് ഞാൻ പറഞ്ഞില്ലേ, കണ്ടമാനുണ്ട് എൻ്റെ കയ്യിൽ. വളയുടെ ശേഖരം എന്ന് പറഞ്ഞാൽ കുറേ കൂടുതലാണ്. ഇത് ഒരു പിങ്കാണ്, നല്ല ഭംഗിയുള്ളൊരു പിങ്കാണ് കേട്ടോ, നല്ല ഒരു ഇതാണ്. അപ്പോൾ ഇതെങ്ങനെയാണെന്ന് വെച്ചാൽ ഇതും നിങ്ങൾ വിചാരിക്കും, പക്ഷേ ഇത്രയും വിലയുള്ള മാലകളൊക്കെ എന്തിനാ ആൻറ്റി ഇതിൻ്റെ ഇങ്ങനെ ഉപയോഗിക്കാണ്ടും പിന്നെ ഇങ്ങനെ വെച്ചേക്കണേന്ന് വിചാരിക്കും. ഇതിൻ്റെ പിന്നിലും ഒരു കഥയുണ്ട്. ഇതിനും ഒരു കട്ടയുടെ ഉള്ളിൽ ഒരു കല്ലില്ല. അപ്പോൾ വേണമെങ്കിൽ നമുക്കത് മാറ്റിയിട്ട് വേണമെങ്കിൽ ചെറുതാക്കി കൊടുക്കാം. പക്ഷേ ഞാൻ പറഞ്ഞു വേണ്ട, അതെൻ്റെ കയ്യിൽ തന്നെ ഇരുന്നോട്ടെ, എനിക്കൊന്ന് മാറിയിടാലോ എന്ന് പറഞ്ഞു. അങ്ങനെയാണ് ഇത്. അപ്പോൾ നോക്കി, നിങ്ങൾക്ക് മനസ്സിലാവുണ്ടോയെന്നറിയില്ല, ഇത് ശരിക്കും സൈഡിലേക്ക് വരും, കണ്ടോ, ഒരു കല്ലില്ല അവിടെ, ആ കല്ലിന് കിട്ടാനും ഇല്ല. അപ്പോൾ പിന്നെ ഞാൻ യൂസ് ചെയ്യാമെന്ന് ചോദിച്ചു. അത് ഇനി കളയണമെങ്കിൽ ഒരു 3 കട്ട പോയാൽ ഭയങ്കരമായിട്ട് ഇറക്കം കുറയും. അപ്പോൾ അങ്ങനെ കൊടുക്കണേക്കാളും നല്ലത് ഞാൻ വിചാരിച്ചു എനിക്ക് യൂസ് ചെയ്യാമല്ലോ എന്ന് വിചാരിച്ചു. അപ്പോൾ ഞാനിങ്ങനെ ഡാമേജുള്ള കുറേ സാധനങ്ങൾ ഞാൻ ഓരോരുത്തർക്ക് കൊടുക്കുകയും ചെയ്യും കേട്ടോ. അപ്പോൾ ഇത് നമ്മുടെ ബ്ലാക്ക് മറ്റേ എന്താ പറയുക, വില സാരിയൊക്കെ കൊടുക്കുമ്പോൾ ഞാൻ യൂസ് ചെയ്യുന്നത്. ഇപ്പോൾ ഈ അമ്മ മരിച്ചതിന് ശേഷം വാലായ്മയ്ക്കുള്ള കാരണം ഈ പേളും ബ്ലാക്കും ഞാൻ കൂടുതലായിട്ട് ഉപയോഗിച്ച് തുടങ്ങിയത് കേട്ടോ. അപ്പോൾ ഇതാണ് ബ്ലാക്കിലേക്കുള്ള സെറ്റ്. അപ്പോൾ ഇതിൻ്റെ തന്നെ വളയുണ്ട്, അതേ കണ്ടോ, ഇത് നല്ല ഭയങ്കര കട്ടിയുള്ള വളയാട്ടോ. ഇതൊക്കെ ഇപ്പോഴും നമ്മുടെ കയ്യിൽ സ്റ്റോക്കുള്ള വളകളാട്ടോ. അപ്പോൾ അങ്ങനെ ഇത് പിന്നെ ഞാനിപ്പോൾ ഇന്നും സാരി ഉടുത്തപ്പോൾ കുറേ കുട്ടികളായി ചോദിക്കണം, എന്താ ആൻറ്റി ഒരുപോലെ സാരി എപ്പോഴും ഉടുത്ത സാരികൾ തന്നെ ഉടുക്കണമെന്ന്. വേറെ ഒന്നുമല്ല, ഒക്ടോബർ 1-ാം തീയതി ആണല്ലോ അമ്മ മരിച്ചത്. അപ്പോൾ ഞാൻ ശരിക്കും 1 കൊല്ലം വരെ അത് കണ്ടിന്യൂ ചെയ്യാമെന്ന് വെച്ചിട്ടാണ്. അതാണ് ഈ കറുപ്പും ആഷും മാറി ഉടുത്ത് കാണുന്നത് കേട്ടോ. സാരി ഇല്ലാണ്ടൊന്നുമല്ല. ഞാൻ നമുക്ക് എന്താ പറയുക, ഓരോ ചിട്ടകളാണല്ലോ. അപ്പം കുട്ടികളിൽ അത് നോക്കേണ്ട കാര്യമില്ല. അപ്പം ഞാനത് 1 വർഷം വരെ ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ് ആ സാരി അങ്ങനെ മാറി ഉടുക്കുന്നത് കേട്ടോ. ഇതിപ്പോൾ ഈ പറഞ്ഞ പോലെ കൊടുക്കാൻ പറ്റില്ല, കാരണം ഇത് കണ്ടോ, ഇതിൻ്റെ കളറ് മങ്ങി. പക്ഷേ ഇട്ടാൽ ഇതറിയില്ല, ഭയങ്കര ഭംഗിയാണ്, നിറച്ച് സ്റ്റോൺസാണ്. രാത്രിയിലൊക്കെ ഇട്ട് കഴിഞ്ഞാൽ ആകെ ഇത് ശരിക്കും ചോക്കറാണ് കണ്ടോ, ഇങ്ങനെ ഇടുന്നതാണ്. പക്ഷേ ഇതിൻ്റെ ആ സൈഡ് നമുക്ക് ഇത് റീപ്ലേറ്റ് ചെയ്യാൻ പറ്റില്ല, കാരണം ഇത് നൂലുമീൻ, അപ്പോൾ അത് ഉരുകിപ്പോവും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതൊന്നും ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഞാൻ വിചാരിച്ചു കാണാൻ നല്ല ഭംഗി, ഇപ്പോൾ തൽക്കാലം അവിടെ ഇരിക്കട്ടെ എന്ന് വിചാരിച്ചു. അറിഞ്ഞവർക്ക് ഇത് അങ്ങനെ കുഴപ്പമില്ല എന്ന് പറയുന്നവർക്ക് നമുക്കത് കൊടുക്കുകയും ചെയ്യാമല്ലോ. ഇത് ഈ പറഞ്ഞ പോലെ ഒരു സിമ്പിൾ ഒരു മാല, നമ്മുടെ റൂബിയും വൈറ്റും നമുക്ക് ചുരിദാറിനൊക്കെ യൂസ് ചെയ്യാം. അപ്പോൾ ഞാൻ അങ്ങനെ ഉപയോഗിക്കണ മാലയിലത്തെ ഒന്നാണ് കേട്ടത്. അപ്പോൾ അങ്ങനെ പണ്ടെങ്ങനെയാണെന്ന് വെച്ചാൽ ഞാൻ താലി മാലയമ നൂരാത്ത ഞാനായിരുന്നു. പക്ഷേ മറ്റേ എൻ്റെ പടിയാണ് താലി. അപ്പോൾ അത് ഒരു മാലയമ ഫിക്സ് ചെയ്തിടുമ്പോൾ നമുക്കത് എപ്പോഴും ഊരാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ഇങ്ങനത്തെ ഇട്ട് തുടങ്ങിയത്. ഇത് ബ്രേസ്ലെറ്റാണ്, ഇത് തെറ്റി എൻ്റെ കയ്യിലേക്ക് വന്നതാണ് കേട്ടോ. ഇതിപ്പോൾ സ്റ്റോക്കുള്ളതാണ്, ഇതിപ്പോൾ ഡിംപിളുടെ തെറ്റി എൻ്റെ അടുത്തേക്ക് വന്നതാണ് കേട്ടോ. പിന്നെ ഇത് സൂപ്പർ മാല എന്ന് പറഞ്ഞാൽ ഭയങ്കര ഭംഗി. ഇത് ഡിംപിളുടെയാണ് കേട്ടോ. ഡിംപിളുടെ എനിക്കൊരു ഫംഗ്ഷന് വേണ്ടി ഇടാൻ തന്നതാണ്. പിന്നെ ഞാൻ യൂസ് ചെയ്തില്ല, അങ്ങനെ ഇവിടെ തന്നെ വെച്ചു എന്ന് മാത്രം. ഭയങ്കര ഭംഗിയാണ്. ഇതിൻ്റെയാണ് ഈ മുകളിലത്തെ ഭാഗമാണ് ഞാൻ ഒറ്റ ഒരു മാല എന്ന് പറഞ്ഞിട്ട് ഞാൻ കാണിച്ചു തന്നില്ലേ, അത് ഭയങ്കര ഭംഗിയാണ്. ഇങ്ങനെ തീരെ വെയിറ്റ് ഇല്ലാണ്ടുള്ള ഒരു മാല അത് കേട്ടോ.
അപ്പോൾ അത് കഴിഞ്ഞ് ഇത് നമ്മൾ സാധാരണ സാരിയൊക്കെ കൊടുത്തിട്ട് പുറത്ത് പോകുമ്പോൾ കരിമണി കറുപ്പിനോട് ചേർന്ന ഒരു സാരിയൊക്കെ ഉണ്ടാകുമ്പോൾ ഞാൻ അധിക ഭാഗം കരിമണിയോ യൂസ് ചെയ്യാം. അപ്പോൾ എൻ്റെ എല്ലാത്തമ്മയും നിങ്ങൾക്ക് കാണാം കോയിൻ ഇട്ടിട്ടുണ്ടാവും. കോയിൻ അല്ലെങ്കിൽ വേളാങ്കണ്ണി മാതാവിൻ്റെ ലോക്കറ്റ്. ഈ കോയിൻ എങ്ങനെയാണെന്ന് വെച്ചാൽ കുഞ്ഞീത് തൊട്ട് വലിയത് വരെയുണ്ട്. ഇതെനിക്ക് തോന്നുന്നു 2 പവൻ തോന്നുന്ന കോയിനാന്ന് തോന്നുന്നുണ്ട്. 1 പവൻ, 1/2 പവൻ, 3/4 പവൻ, 1 ഗ്രാം, അതിൻ്റെയൊക്കെ കോയിൻ നമ്മുടെ കയ്യിലുണ്ട് കേട്ടോ. അപ്പോൾ ഇത് നമ്മുടെ സാധാരണ കരിമണിമാല, ഈ സാധാരണ വളയും അതിൻ്റെ ഒരു ലോക്കറ്റും ഒരു കൊച്ച് ഇതുമായിട്ട്, ഇത് റൂബിയും വൈറ്റും, ഇതൊക്കെ ഈ പറഞ്ഞ പോലെ പണ്ടത്തെ തന്നെ കേട്ടോ. ഞാൻ അന്നാൾ കാണിച്ചെന്നില്ലേ, അതിലത്തെ പെട്ടതാണ്. ആ സമയത്ത് ഈ ക്രിസ്റ്റൽ ഇങ്ങനെ ഓവല വന്നിരുന്നത്. ഇപ്പോഴും വീണ്ടും വന്നു തുടങ്ങിയിട്ടുണ്ട്. ഇങ്ങനെ മിക്സഡ് അല്ല, പ്ലെയിൻ കളേഴ്സാണ് കേട്ടോ ഇപ്പോൾ വരുന്നത്. പിന്നെ റൗണ്ടാണ് ഇപ്പോൾ വരുന്നത്, കുറച്ചും കൂടി ഷൈനിങ്ങും ഉണ്ട്. അപ്പോൾ ഇത് കറക്റ്റ് ഗോൾഡിൻ്റെ, ഇത് ഞാൻ പറഞ്ഞില്ലേ ജ്വല്ലറിയൊക്കെ, ഇത് സാൻഡ് സ്റ്റോണാണ്. സാൻഡ് സ്റ്റോൺ ഈ പറയണം വളരെ റയറായിട്ട് കിട്ടുന്ന ഒരു ഐറ്റമാണ്. ഇപ്പോൾ നമ്മുടെ കയ്യിൽ സാൻഡ് സ്റ്റോണിൻ്റെ നല്ല ഹെവി ഒരു നെക്ലസ് വന്നിട്ടുണ്ട്. ഭയങ്കര ഭംഗിയാണ് കാണാനായിട്ട് കേട്ടോ. ഞാൻ എപ്പോഴോ കാണിച്ചിട്ടുണ്ട് തോന്നുന്നുണ്ട്. അത് പിന്നെ എൻ്റെ ബോക്സിൽ ഞാൻ യൂസ് ചെയ്തല്ലാത്ത കാരണമാണ് ഇതിൽ കാണിക്കാത്തത്. അത് നമ്മളുടെ ഓർണമെൻറ്റ് കളക്ഷൻസിൽ, ഡ്രീം കളക്ഷൻസിൽ കൊടുക്കണതിലേക്ക് വെച്ചിട്ടുണ്ട്. ഇത് ഈ പറഞ്ഞ പോലെ സിമ്പിളായിട്ടുള്ളൊരു മാല, കുഞ്ഞൊരു റൂബി ആയിട്ടുള്ളൊരു ലോക്കറ്റ്. അപ്പോൾ നമ്മുടെ കയ്യിൽ ഒരുവിധം എല്ലാ കളേഴ്സും ചുരിദാറിന് ഉപയോഗിക്കാൻ പറ്റിയത്. ഇത് ഈ പറഞ്ഞോണം വെള്ള, ഇതൊന്നും എനാമലും അല്ല കല്ലും അല്ല, അങ്ങനത്തെ ഒരു സംഭവമാണ്. പ്യുവർ വൈറ്റാണ് കേട്ടോ അത്. അപ്പോൾ അതാണ് ഈ മാല. ഇത് പ്ലേറ്റ് ചെയ്യാൻ പറ്റുന്ന സംഭവമാണ്. ഇതതുപോലെ പേളിൻ്റെ ഒരു ലോങ് ചെയിൻ ഈ കട്ട് ചെയ്തിട്ട്, അതായത് നമ്മുടെ കയ്യിൽ 10 പിടി ഉണ്ടാകുമ്പോൾ ചിലവർക്ക് 6 പിടി മതി എന്ന് പറയും. അപ്പോൾ അതിൻ്റെ ബാക്കി വരും. ആ ബാക്കി വന്നത് ഞാൻ എന്താ പറയുക, ബാക്കിൽ വട്ടക്കണ്ണി ഇട്ടിട്ട് എനിക്ക് മാലയാക്കി തന്നെ കേട്ടോ. അതും ഈ പറഞ്ഞ പോലെ റീപ്ലേറ്റ് ചെയ്തപ്പോൾ അതിൻ്റെ പേളിൻ്റെ മുകളിലത്തെ അത് പോയി വൈറ്റായി. പക്ഷേ വൈറ്റ് ആയാലും ഒരു ഭംഗി കുറവും ഇല്ല കേട്ടോ. ഇതിപ്പോൾ ദേ നമ്മുടെ ഇങ്ങനെ വരുന്നുണ്ട് 2-3 ഏഴയായിട്ടുള്ള മണിമാല, നല്ല തരം മാലകളാണ്. ഇത് വേണമെങ്കിൽ നമുക്ക് നീളം കൂട്ടിയിട്ട് 8 പിടി ആക്കിയിട്ടിടാം. വേണമെങ്കിൽ നെക്ലസ് പോലെ ചുരിദാറിന് യൂസ് ചെയ്യാം. നല്ലൊരു തരം മാലയാട്ടോ. ഇത് എൻ്റെ തന്നെ അന്ന് കോറൽ എന്ന് പറഞ്ഞിട്ട് എടുത്തത്, പക്ഷേ കോറലല്ല, ഇതൊരു റെഡിഷ് കളറാണ് കേട്ടോ. റെഡ് കളറാണ് വരുന്നത്. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്നാൽ റെഡിൽ ഒരെണ്ണിരിക്കട്ടെ എന്ന് വിചാരിച്ചിട്ട് ഞാൻ അന്ന് എടുത്ത് വെച്ചിട്ടുള്ളതാണ്. ഈ പറഞ്ഞ പോലെ ഞാൻ അന്ന് ലൊക്കേഷനിലേക്കൊക്കെ സാരിയൊക്കെ കൊടുത്ത് പോകുമ്പോൾ മാറി ഇടാൻ വേണ്ടിയിട്ട് എടുത്ത് വെച്ചിട്ടുള്ളതാണ്. പക്ഷേ പിന്നീട് ഇപ്പോൾ എന്ന് പറഞ്ഞാൽ വല്ലപ്പോഴും പുറത്ത് പോകുമ്പോൾ ഒരു പട്ട് സാരി കൊടുത്തെങ്കിലേ അപ്പോൾ അതിനുള്ള സെറ്റ് അവിടെ മാറ്റി വയ്ക്കും. പിന്നെ ചുരിദാറാണ്, ചുരിദാറിന് തോന്നിയാൽ മാറ്റും, ഇല്ലെങ്കിൽ ഇല്ല, അങ്ങനെയായില്ലോ. അപ്പോൾ അതുകൊണ്ടാണ് ഇതൊക്കെ ഇങ്ങനെ സ്റ്റോക്ക് ഇരിക്കുന്നത്. ഇതും ഈ പറഞ്ഞ പോലെ റീപ്ലേറ്റിങ്ങിൽ എന്തോ പ്രശ്നം വന്നിട്ടുള്ളതാണ് ആ കറുപ്പും വെള്ളയും എൻ്റെ കയ്യിലുള്ളത് കേട്ടോ. ഇത് വേളാങ്കണ്ണി മാതാവിൻ്റെ ലോക്കറ്റ്. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ ഉണ്ടെന്ന്, ബാക്കിലിങ്ങനെ പൊള്ളയാണ്, പക്ഷേ പുറത്തേക്ക് നല്ല ക്ലിയർ ആയിട്ടുള്ള വേളാങ്കണ്ണി മാതാവിൻ്റെ ലോക്കറ്റ്. ഇത് ഈ പറഞ്ഞോണം നല്ലോണം പോയിട്ടുള്ളൊരു മാലയാണ്. ഇതെൻ്റെ ഇന്ന് വാങ്ങിച്ചിട്ടുള്ളവർക്കറിയാം, തീരെ വെയിറ്റ് ഇല്ല. എന്നാൽ സ്റ്റോണാണോ എന്ന് ചോദിച്ചാൽ അല്ല, മുത്താണോ എന്ന് ചോദിച്ചാൽ അല്ല. പക്ഷേ നല്ല തരം ഇതായതുകൊണ്ടാണ് നമുക്ക് പ്ലേറ്റ് ചെയ്യാൻ പറ്റുന്നത്. മൾട്ടി കളറാണ്, നല്ല ഭംഗിയുള്ളൊരു മാലയാട്ടോ. കുറച്ച് സാധാരണ വിട്ടൊരു ഇത്തിരി വില കൂടുതലുണ്ട്, പക്ഷേ ഭയങ്കര ഭംഗിയുള്ളൊരു മാലയാണ്. ഇത് നമ്മുടെ മൾട്ടി കളറാണ്. ഇതും ഈ പറഞ്ഞ പോലെ നിങ്ങൾക്ക് നോക്കിയറിയാം, അവസാനത്തെ 3 വെള്ള, ഇപ്പുറത്ത് പച്ചയാണ്. അതെന്താണെന്ന് വെച്ചാൽ ഇവിടെ പ്ലേറ്റിങ്ങിൽ എന്തോ ഒരു കല്ല് ഉരുകിയപ്പോൾ അത് കട്ട് ചെയ്തിട്ട് ആക്കിയത്. അപ്പോൾ ഇത് കൊടുക്കുമ്പോൾ നമ്മൾ കസ്റ്റമർ ചോദിക്കും ഇതെന്താ ഈ തുമ്പത്ത് 2 സൈസ് എന്ന്, ബാക്കിയൊക്കെ ഒരുപോലെയാണല്ലോ. അപ്പോൾ ഇത് അങ്ങനെ എനിക്ക് വേണ്ടി കട്ട് ചെയ്ത് ഞാനത് യൂസ് ചെയ്യാൻ വേണ്ടി വെച്ചതാണ്. ഇതും ഈ പറഞ്ഞ പോലെ കംപ്ലൈൻറ്റ് വന്നിട്ടുള്ള ഒരു മാലയാണ്. ഇതിൻ്റെ പേളിൻ്റെ കംപ്ലീറ്റ് കളർ പോയിട്ട് വൈറ്റായി. അപ്പം ഞാൻ പറഞ്ഞില്ലേ പേള്, അതുകൊണ്ട് ഞാനിപ്പോൾ വലിയ തരം പേള്, ഈ ചെറുവക പേളുകൾ ഞാൻ കൊടുക്കാണ്ടായി. കാരണം വില കൂടിയ തരം മാലകൾക്ക് പ്രശ്നമില്ല. ഈ ചെറുവക കൊടുക്കുമ്പോൾ ഒരു പ്രാവശ്യം ഇട്ട് കഴിയുമ്പോഴേക്കും പിന്നെ കളർ പോകണു എന്ന് പറഞ്ഞിട്ട് പ്ലേറ്റ് ചെയ്യുമ്പോഴാണ് കേട്ടോ പേളിൻ്റെ കളർ പോകുക, അല്ലെങ്കിൽ കുഴപ്പമില്ല. അപ്പോൾ ഇത് എനാമലിൻ്റെ മാലയാണ്. ഇത് തന്നെ എൻ്റെ കയ്യിൽ വളയുണ്ട് കേട്ടോ. അപ്പോൾ അത് ഞാൻ വളയുടെ സെക്ഷൻ കാണിക്കുമ്പോൾ ഒപ്പം ഈ മാലകളും ഞാൻ കാണിക്കാം, അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ഇത് ഇതുപോലെ ഒരു റൂബിയുടെ ഫ്ലവറിൻ്റെ ഒരു കമ്മൽ, അതിൻ്റെ തന്നെ ഈ മാല, ഇനി അതിൻ്റെ തന്നെ വളയുണ്ട്. അപ്പോൾ അങ്ങനെ ഇത് സെറ്റായിട്ട് ഈ പറഞ്ഞ പോലെ എപ്പോഴെങ്കിലുമൊക്കെ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ എടുത്ത് വെച്ചോ 2-3 വട്ടം ഇട്ടുണ്ട് തോന്നുന്നുണ്ട്. പിന്നെ ഈ പറഞ്ഞ പോലെ ഇതെല്ലാം അതൊന്നും ഇട്ട് വട്ടെത്തണ്ടേ, അതിനുള്ള യാത്രകൾ ഇപ്പം ഇല്ല നമുക്ക്. ഇപ്പം മുമ്പെന്ന് പറഞ്ഞാൽ എന്നും ലൊക്കേഷനിലേക്കും ബോംബെയിലേക്കായാലും ബാംഗ്ലൂർക്കായാലും കുട്ടികളുടെ കല്യാണത്തിന് മുമ്പ് യാത്രകളുടെ ദിവസങ്ങളായിരുന്നു എല്ലാ ദിവസവും. ഇപ്പം പിന്നെ അങ്ങനെ യാത്രകളില്ല എന്ന് തന്നെ പറയാം.
ഇത് ബ്ലാക്കും വൈറ്റും ലവ് ഷേപ്പിലുള്ള ഒരു മാലയാണ്. ഇതും നല്ല മാലയാണ്. ഇതൊക്കെ ഇപ്പോഴും സ്റ്റോക്ക് ഉണ്ട് കേട്ടോ. ഇത് ഈ പറഞ്ഞ എന്തോ ഒരു കംപ്ലൈൻ്റ് ആയിട്ട് എൻ്റെ ബോക്സിൽ വന്ന് പെട്ടിട്ടുള്ളതാണ്. എനിക്ക് എന്താണെന്നുള്ളത് എൻ്റെ ഓർമ്മയിലില്ല. കംപ്ലൈൻറ്റ് വരുന്നത് ഞാൻ അപ്പം മാറ്റി വയ്ക്കും. അതാണ് എൻ്റെ ബോക്സിലുള്ള മാലകളും വളകളും കമ്മലുകളും ഒക്കെ. കമ്മൽ പിന്നെയും വലിയ കുഴപ്പമില്ലാത്ത കമ്മലുകളാണ്. മാലയും വളയൊക്കെ കംപ്ലൈൻ്റ് ഉള്ളതാണ് എൻ്റെ കയ്യിലുണ്ടാവുക. പിന്നെ പണ്ടത്തെ ഞാൻ പറഞ്ഞില്ല, അത് ഏറ്റവും നല്ലത് തന്നെയാണ് എൻ്റെ കയ്യിലുണ്ടാവുക കേട്ടോ. മറ്റേ സാരികൾക്കൊക്കെ യൂസ് ചെയ്യുന്ന സംഭവങ്ങൾ. അപ്പോൾ അങ്ങനെ ഇതൊക്കെ വളകൾ ഞാൻ പ്ലേറ്റ് ചെയ്ത് എൻ്റെ അളവിലുള്ള വളകൾ പ്ലേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളതാണ്. അതിൽ കല്ലിൻ്റെ ഉണ്ട്, പ്ലെയിൻ വളകളുണ്ട്, പല ടൈപ്പ് ഉണ്ട്. അതൊക്കെ ഞാൻ ഒരുമിച്ച് പിന്നീട് കാണിച്ചു തരാം. കാരണം ഇത് തന്നെ കുറേ എന്താ പറയുക, കുറേ സമയമായി. നിങ്ങൾക്കും ഈ പറഞ്ഞ പോലെ ബോറടിക്കും. ഇതൊക്കെ കമ്മലുകളാണ്. പിന്നെ മോതിരങ്ങൾ, ലോക്കറ്റുകൾ ഒക്കെ ഉണ്ട്. അപ്പോൾ ഞാനതൊക്കെ സമാധാനത്തിൽ പിന്നീട് കാണിക്കാം. ഇത് എൻ്റെ കയ്യിൽ എനിക്ക് തോന്നുന്നു 7 വർഷമായിട്ട് എൻ്റെ കയ്യിൽ വന്ന് പെട്ടിട്ടുള്ള ഒരു ഈവിളയാണ്. ഞാൻ വിചാരിച്ചു അത് എൻ്റെ കയ്യിൽ തന്നെ ഇരിക്കട്ടെ എന്ന് വിചാരിച്ച് ഞാൻ വെച്ചിട്ടുള്ളതാണ്. അങ്ങനെ ഇതൊക്കെയാണ് എൻ്റെ വളകൾ. ഇതൊക്കെ ഞാൻ ഒറ്റയ്ക്ക് പിന്നീട് കാണിച്ചു തരാം. കാരണം അതല്ല, എൻ്റെ കയ്യിൽ ഇഷ്ടം പോലെ വളകളാണ്. ഏത് പാറ്റേൺ വേണമെങ്കിൽ ഉണ്ട്. ഒക്കെ 2-4, മാക്സിമം 2-6, അതിൻ്റെ അപ്പുറത്തില്ല കേട്ടോ. അപ്പോൾ ഞാൻ വേഗം കിട്ടിയ പോലെ ഒക്കെ ഒതുക്കി കൈയോടെ വെച്ചു. കാരണം സമയം 11ആയി. ഇവരെ കുട്ടികളൊക്കെ കിടന്നു, ഭക്ഷണമൊക്കെ കഴിഞ്ഞ് കിടന്നു. ഞാൻ പറഞ്ഞു ഞാൻ പിന്നീട് കഴിച്ചോളാം എന്ന് പറഞ്ഞിട്ട് ഞാൻ പിന്നേക്ക് നിന്ന്. കാരണം പണി എടുത്തോടുത്ത് വെച്ചില്ലെങ്കിൽ ശരിയാവില്ല. ഡാഡി കുടുംബസമ്മേളനത്തിൻ്റെ മീറ്റിങ്ങിൻ്റെ അവിടെ നിന്ന് ബിരിയാണിയൊക്കെ കഴിച്ചിട്ട് വന്നു. അപ്പോൾ പിന്നെ ഇവർ ഓരോരുത്തരായിട്ട് കഴിച്ചു. ഞാൻ ഇത് കഴിഞ്ഞിട്ടാവാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ഒറ്റ ഇരിപ്പിരുന്നു. കാരണം ഇത് ഇട്ടിട്ട് പോകാൻ പറ്റില്ല. അപ്പോൾ ഞാൻ ഇത്രയും സമയം എടുക്കുമെന്ന് ഞാൻ വിചാരിച്ചില്ല കേട്ടോ. പക്ഷേ സമയം കുറേ എടുത്തു. ശരിക്കും 1/2 മണിക്കൂർ ഈ വീഡിയോ തന്നെയുണ്ട്. അപ്പോൾ പിന്നെ നിങ്ങൾക്കറിയാലോ, 9 മണി തൊട്ട് 11:15 വരെ അങ്ങോട്ട് ഞാൻ ഇരിക്കേണ്ടി വന്നു. ഒരു വിധമൊക്കെ അങ്ങോട്ട് ഒതുക്കിയെന്നല്ലാണ്ട് എനിക്ക് മുഴുവൻ ഒതുക്കാനൊന്നും പറ്റിയിട്ടില്ല. അപ്പോൾ ഞാൻ എന്ത് കാണിച്ചു വെച്ചാൽ വളകൾ ഞാൻ ഒരുമിച്ച് എടുത്തിട്ട് ആ ബോക്സിലേക്ക് ഇട്ടു. കമ്മലുകളൊക്കെ ഞാൻ ഒരുമിച്ച് ഇതിനകത്തിട്ടു. അപ്പോൾ കമ്മലുകൾ നിങ്ങൾക്ക് ഞാൻ 1-2 കാണിച്ചു തരാം. ഇത് നമ്മൾ വൈറ്റ് ലോക്കറ്റായിട്ട് ഞാൻ പറഞ്ഞില്ലേ, നല്ല ചെയിനുമ എക്സ്ട്രാ ഇട്ടിട്ടുള്ളത്, അതിൻ്റെയാണ് കേട്ടോ. ഇത് അതുപോലെ മറ്റേ മംഗല്യസൂത്രക്ക് ഇടുന്നതിൻ്റെയാണ്. ഇത് നമ്മുടെ റൂബി ജെയ്ഡ് മാല കണ്ടില്ലേ, അതിൻ്റെയാണ്. അങ്ങനെ എല്ലാത്തിൻ്റെയും കമ്മലുകൾ ഇതിലുണ്ട്. അപ്പോൾ ഞാനത് സെപ്പറേറ്റ് ആയിട്ട് നിങ്ങൾക്ക് ഞാൻ പിന്നീട് കാണിച്ചു തരാം. കാരണം ഇതിൻ്റെ ഒപ്പം ഇരുന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്കും ബോറടിക്കും, എനിക്കും ഉറക്കം വന്നു തുടങ്ങി. അപ്പോൾ ഇത് മോതിരങ്ങളാണ് കേട്ടോ. മോതിരങ്ങളും അതെ, നല്ല ഭംഗിയുള്ള സിമ്പിളായിട്ടുള്ള മോതിരങ്ങളാണ്. പണ്ടത്തെയാണ്. ഇപ്പോൾ അതിൻ്റെ സെയിം പാറ്റേൺ ചോദിച്ചാൽ ചിലപ്പോൾ കിട്ടിയത് വരില്ല കേട്ടോ. ഞാൻ പറഞ്ഞു ഇതിൽ പുതിയതെന്ന് പറയാനായിട്ട് 2-3 ഉള്ളൂ. ബാക്കിയൊക്കെ പഴയ സാധനങ്ങളാണ്. പഴയതെന്ന് പറഞ്ഞാൽ നല്ലോണം പഴയത്. അപ്പോൾ ഇതൊക്കെയാണ് എൻ്റെ ഓർണമെൻറ്റ്സ്. അപ്പോൾ നിങ്ങൾക്ക് കുറച്ചൊക്കെ കണ്ടപ്പോൾ മനസ്സിലായെന്ന് വിചാരിക്കുക. നാളെയല്ല, വേറൊരു ദിവസം പറ്റിയെങ്കിൽ ഞാനിത് കാരണം ഇതിന് ഇരിക്കുമ്പോൾ ഒരൊറ്റ ഇരിപ്പിരിക്കണം. അപ്പോൾ ഇന്നിപ്പോൾ ഞാൻ എന്തായാലും സൺഡേ ആണ്. ഞാൻ വേറെ ഒന്നിലേക്കും തലയിട്ടില്ല. സാരിയിലേക്കോ ഓർണമെൻറ്റ്സ് കാണിക്കണേലേക്കോ ഒന്നും നിന്നില്ല. സൺഡേ ഹോളിഡേ എന്നാണല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിൻ്റെ മേലെ ഇരുന്നതാണ്. നാളെ ഉച്ചവരെ എന്തായാലും അനങ്ങാൻ സമയം ഉണ്ടാവില്ല, പാക്കിങ്ങും കാര്യങ്ങളും. അപ്പോൾ അത് കഴിഞ്ഞ് പിന്നെ ഓരോ കാര്യങ്ങളായിട്ടുണ്ടാവുമല്ലോ. അപ്പോൾ ഇത്രയും സൗകര്യമായിട്ട് ഇനി കിട്ടണമെങ്കിൽ എനിക്ക് തോന്നുന്നു അടുത്ത ഞായറാഴ്ച വരേണ്ടി വരും തോന്നുന്നുണ്ട്. അപ്പോൾ ഞാൻ സാധനങ്ങളൊക്കെ കൊണ്ടുവന്ന് ഒതുക്കി വെച്ചു. ഇതാണ് എൻ്റെ ഓർണമെൻറ്റ്സിൻ്റെ സ്ഥലം കേട്ടോ. അപ്പോൾ അങ്ങനെ അവിടെ കൊണ്ടുവന്ന് വെച്ചു. ഇനിയിപ്പോൾ ഒക്കെ തിരഞ്ഞെടുത്ത് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ആക്കി വെക്കണം. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വിശേഷം. അപ്പോൾ എന്താ പറയുക, നല്ലൊരു ദിവസം തന്ന ദൈവത്തിന് 1000 നന്ദി പറഞ്ഞുകൊണ്ട് ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ് കേട്ടോ. നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ എന്തായാലും ഇഷ്ടമാവാണ്ടിരിക്കില്ല. അപ്പം നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് നാളെ കാണാം. അതുവരേക്ക് ബൈ.